നമസ്കാരം. കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ട് യമനിലെ ജയിലിൽ വധശിക്ഷയും കാത്ത് നിമിഷപ്രിയ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷമേറെയായി. ആ ശിക്ഷ നടപ്പാക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. നിമിഷപ്രിയയുടെ ജീവനും മരണത്തിനുമിടയിൽ നിന്ന് ആ യുവതിയുടെ ജീവനും ജീവിതവും തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നല്ലത് നടക്കുമെന്ന പ്രത്യാശയിൽ നിമിഷപ്രിയയുടെ ജീവിതകഥയിലേക്ക്. അതിനു മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അക്കാര്യവും കമന്റ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനി നിമിഷപ്രിയ 2012 യമനിൽ നഴ്സിംഗ് ജോലിക്ക് എത്തിയത്. കൂടെ ഭർത്താവ് ടോമിയും ഉണ്ടായിരുന്നു. നിമിഷപ്രിയയ്ക്ക് നഴ്സായും ടോമിക്ക് സ്വകാര്യ സ്ഥാപനത്തിലും ജോലി ലഭിച്ചു. ഇതിനിടെയാണ് തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ പൗരനെ ഇവർ പരിചയപ്പെടുന്നത്. ആ പരിചയം ദമ്പതികളും അബ്ദുൽ മഹദിയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കി. അങ്ങനെയാണ് യമനിൽ ഒരു ക്ലിനിക്ക് ആരംഭിക്കുക എന്ന ആശയം പിറവിയെടുക്കുന്നത്. എന്നാൽ യമനിലെ നിയമപ്രകാരം രാജ്യത്തെ പൗരന്റെ പേരിൽ മാത്രമേ ഒരു സ്ഥാപനം അവിടെ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. അതോടെ മഹദിയുടെ പേരിൽ ക്ലിനിക്ക് ആരംഭിക്കാൻ അവർ തീരുമാനിച്ചു. നിമിഷയും ടോമിയും തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ മഹദിക്ക് കൈമാറി. എന്നാൽ പണം തികയാതെ വന്നതോടെ നിമിഷയും ടോമിയും മകൾ മിഷേലുമൊത്ത് നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലെത്തി പലവിധത്തിൽ പണം സ്വരൂപിച്ച് ആദ്യം നിമിഷപ്രിയ യമനിലേക്ക് മടങ്ങി. അതിനുശേഷം യമനിലേക്ക് തിരിക്കാൻ ശ്രമിച്ച ടോമിക്ക് മുന്നിൽ യമൻ സൗദി യുദ്ധം വിലങ്ങുതടിയായി. യാത്ര മുടങ്ങി. യമനിൽ നിമിഷപ്രിയ തനിച്ചായി. എന്നാൽ നല്ലവനായ മഹദിയുടെ സാന്നിധ്യം മാത്രമായിരുന്നു നിമിഷപ്രിയയ്ക്കും കുടുംബത്തിനുമുള്ള ഏക ആശ്വാസം. എന്നാൽ ആ വിശ്വാസത്തിന് അധികനാൾ ആയുസ്സുണ്ടായിരുന്നില്ല. ക്ലിനിക്ക് സ്വന്തമായതോടെ മഹദിയുടെ സ്വഭാവത്തിൽ വളരെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ക്ലിനിക്ക് തുടങ്ങിയ ശേഷം നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് അയാൾ പ്രചരിപ്പിച്ചിരുന്നു. ഇതിനായി അയാൾ വ്യാജരേഖകളും ചമച്ചു. ഇതു കാണിച്ച് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം നിമിഷയെ വിവാഹം കഴിച്ചു. ഇതോടെ ക്ലിനിക്കും നിമിഷപ്രിയയും മഹിദിക്ക് സ്വന്തമായി. അവിടെ മുതൽ ആ യുവതിക്ക് കൊടിയ പീഡന കാലത്തെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ അയാൾ സ്വന്തമാക്കി. നിമിഷപ്രിയയുടെ സമ്പത്തും അയാൾ കൈവശപ്പെടുത്തി. അവളുടെ പാസ്പോർട്ട് തട്ടിയെടുത്തതോടെ ആ യുവതിയുടെ രക്ഷപ്പെടാമെന്ന സ്വപ്നം പൊലിഞ്ഞു. പീഡനകാലങ്ങൾക്കിടെ എങ്ങനെയും രക്ഷപ്പെടുകയെന്ന ചിന്ത നിമിഷപ്രിയയിൽ ശക്തമായിരുന്നു. വർഷം 2017. മെഹദിയിൽ നിന്നും നിമിഷപ്രിയയ്ക്ക് നേരിടേണ്ടി വന്ന ചതിയും ക്രൂരമർദ്ദനവും മറ്റൊരാൾക്കു കൂടി അറിയാമായിരുന്നു. ഹനാൻ എന്ന യമനി യുവതിയായിരുന്നു അത്. അവൾക്കും മെഹദിയിൽ നിന്ന് കൊടിയ മർദ്ദനമായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത്. ക്ലിനിക്കിലെ സഹപ്രവർത്തകയായ ഹനാനുമായി ചേർന്ന് നിമിഷപ്രിയ എന്നേക്കുമായി രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ചു. ഹനാൻ അതിനൊരു വഴി പറഞ്ഞുകൊടുത്തു. പാസ്പോർട്ട് വീണ്ടെടുക്കുക എന്നതായിരുന്നു അത്. തലാൽ അബ്ദുൽ മഹദി തട്ടിയെടുത്ത തന്റെ പാസ്പോർട്ട് ലഭിച്ചാലല്ലാതെ അവിടെ നിന്നൊരു മോചനം തനിക്ക് സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ നിമിഷ അതിനായി അയാളെ ബോധരഹിതനാക്കാൻ മരുന്ന് കുത്തിവെക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. കൃത്യമായ സാഹചര്യത്തിൽ ആ ഉദ്യമത്തിൽ നിമിഷയും ഹനാനും വിജയിക്കുകയും നിമിഷ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ആ രക്ഷാദൗത്യത്തിന് രാജ്യാതിർത്തി വരെ മാത്രമായിരുന്നു ആയുസ്. അതിർത്തി കടക്കാൻ ശ്രമിക്കവേ നിമിഷപ്രിയ യമനി പോലീസിന്റെ പിടിയിലായി. ഇവിടെയാണ് നിമിഷപ്രിയയുടെ ജീവിതം മറ്റൊരു തരത്തിൽ മാറിമറിയുന്നത്. തലാൽ അബ്ദുൽ മഹദിയും നിമിഷപ്രിയയും താമസിച്ചിരുന്ന വീടിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ജലസംഭരണിയിൽ നിന്നും മഹദിയുടെ മൃതദേഹം വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തി. താൻ മയക്കുമരുന്ന് കുത്തിവെച്ചതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നിമിഷപ്രിയ കോടതിയിൽ ആണയിട്ട് പറഞ്ഞു. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ ഒപ്പുവെക്കാൻ താൻ നിർബന്ധിതയായതാണെന്നും അവർ കോടതിയോട് പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. ഇങ്ങനെയാണ് സംഭവത്തെപ്പറ്റി നിമിഷപ്രിയ പറയുന്നത്. അറബി അറിയാത്ത നിമിഷപ്രിയയ്ക്ക് ദ്വിഭാഷി സേവനം നിഷേധിച്ചത് പരിശോധിച്ചാൽ തന്നെ ആ യുവതി നേരിട്ട നീതി നിഷേധം വ്യക്തമാകും. 2017 തലാൽ അബ്ദുൽ മെഹദിയെ നിമിഷപ്രിയയും സുഹൃത്ത് ഹനാനും ചേർന്ന് അനസ്തേഷ്യ നൽകി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കുറ്റപത്രം. കൃത്യത്തിനു ശേഷം നിമിഷപ്രിയ സംഭവ സ്ഥലത്ത് നിന്നും 200 കിലോമീറ്റർ അകലെ മറ്റൊരു ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നുവെന്നും തലാലിന്റെ തിരോധാനത്തെ തുടർന്ന് കുടുംബം നൽകിയ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം നടക്കവേ തലാലും നിമിഷപ്രിയയും താമസിച്ചിരുന്ന വീടിന്റെ
മുകളിലെ വാട്ടർ ടാങ്കിൽ നിന്നും ദുർഗന്ധം വമിച്ചുവെന്നും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തലാലിന്റെ വെട്ടിനുറുക്കിയ മൃതദേഹം കണ്ടെത്തിയെന്നുമായിരുന്നു പോലീസ് വ്യക്തമാക്കിയത്. തുടർന്ന് മാധ്യമങ്ങളിലൂടെ നിമിഷപ്രിയയുടെ ചിത്രം പോലീസ് പുറത്തുവിടുകയും ജോലി ചെയ്തിരുന്ന ആശുപത്രി അധികൃതർ നിമിഷപ്രിയയെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരമറിയിക്കുകയും ഇവർ അറസ്റ്റിലാകപ്പെടുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന ഹനാന ശിക്ഷ ജീവപര്യന്തത്തിൽ ഒതുങ്ങിയപ്പോൾ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയാണ് 2018 യമൻ കോടതി വിധിച്ചത്. 2020 അപ്പീൽ കോടതി ദയാഹർജി തള്ളി. നിമിഷപ്രിയ അന്നു മുതൽ മരണം കാത്തു കഴിയുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖാന്തരം യമൻ സർക്കാരിന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നൽകിയ നിവേദനങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടില്ല. നിലവിൽ വിവിധ വഴികളിലൂടെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ വഴി തേടുകയാണ്. ബ്ലഡ് മണി എന്ന ദിയാധനം നൽകി കേസ് അവസാനിപ്പിക്കുക എന്ന ഒരു വഴി മാത്രമാണ് മുൻപിലുള്ളത്. $10 ലക്ഷം നൽകാമെന്ന് കുടുംബത്തെ ഇതിനകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നഷ്ടപരിഹാര തുക സ്വീകരിച്ച് തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ ഏറെ ദുരിതം സഹിച്ച ആ യുവതി ഇനിയും ജീവിക്കും. അല്ലെങ്കിൽ ജൂലൈ 16 വരെ. നല്ലതു മാത്രം നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.